നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് അർജന്റീന അവരുടെ റൗണ്ട് ഓഫ് 32 മത്സരം കളിക്കാൻ ഇറങ്ങുകയാണല്ലോ. അവരുടെ എതിരാളികളായിട്ട് കേപ്പ് വെർദെയാണ് വരുന്നത്. കേപ്പ് വെർദെ ഇതുവരെ ഈ വേൾഡ് കപ്പിൽ ഒരു കളിയും ജയിച്ചിട്ടില്ല. പക്ഷെ ജയിച്ചിട്ടില്ലെങ്കിലും ഒരു കളിയും അവർ തോറ്റിട്ടുമില്ല. അതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇത് നോക്കൗട്ടിൽ അവരൊരു ചെറുത്തുനിൽപ്പ് നടത്തും. പക്ഷേ അർജന്റീന തന്നെ വിജയിച്ചു കയറും എന്നുള്ളതാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത്. അപ്പോൾ അർജന്റീനയുടെ പ്ലേയിങ് 11 ആരൊക്കെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നലെ ട്രെയിനിങ് സെഷനിലൂടെ കോച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫെക്കുണ്ടോ മെദീനയെ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയെ കളിപ്പിക്കാതെ മെദീനയെ തന്നെ ലെഫ്റ്റ് വിങ് ബാക്കിൽ കളിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഒരു ഫൈനൽ തീരുമാനം ലൗട്രോ ഓർ ഹുലിയൻ എന്നുള്ളതാണ്. കോച്ചിനോട് ഇന്നലെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ 11 എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനതിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൗട്രോ ഓർ ഹുലിയൻ അൽവാരസ്, കൂടുതൽ സാധ്യത ലൗട്രോക്കാണ് എന്ന് TYC സ്പോർട്സ് പറയുന്നു. അപ്പോൾ അർജന്റീനയുടെ ഈ മത്സരത്തിന് ഒരു പ്ലേയിങ് 11 നോക്കാം. ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മൊളീനയും ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ഫെക്കുണ്ടോ മെദീനയും. ഇനി അതല്ല ഫെക്കുണ്ടോ മെദീന ഇല്ലെങ്കിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയെ തന്നെ കളിപ്പിച്ചേക്കാം. മധ്യനിരയിൽ സംശയങ്ങൾക്കിടയില്ല. റോദ്രിഗോ ഡി പോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും തിയാഗോ അൽമെയ്ഡയുമായിരിക്കും. മുന്നേറ്റത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ലൗട്രോ മാർട്ടിനസ് അല്ലെങ്കിൽ ഹുലിയൻ അൽവാരസ്, കൂടുതൽ സാധ്യത ലൗട്രോക്കാണ്. ഇതാണ് ഇപ്പോൾ അർജന്റീന ഇറക്കാൻ പോകുന്ന ഒരു 11. അപ്പോൾ പല സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെയൊക്കെ താഴെ വന്നിട്ട് ലോ ചെൽസോയെ ഇറക്കുപടോ, ലോ ചെൽസോയെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്നുള്ളത് നമ്മളല്ലല്ലോ പറയേണ്ടത്, സ്കലോനിയല്ലേ. അപ്പോൾ സ്കലോനിയുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ വിശകലനം ചെയ്തിട്ടാണ് അർജന്റീനയിൽ നിന്നുള്ള മാധ്യമം TYC സ്പോർട്സ് ഈ കാര്യം പുറത്തുവിടുന്നത്. സോ ലോ ചെൽസോ ഇന്നും ബെഞ്ചിലിരിക്കാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ സ്കലോനി അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടിയുമുണ്ട്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 32 ഒരു വിജയം അത് അനായാസമായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലെ 3 കളികളും അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച നോക്കൗട്ട് സ്റ്റേജിലും പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.